എത്ര തന്തയാണോ നിങ്ങൾക്കൊക്കെ? എത്ര തന്തയാണ് നിങ്ങൾക്കൊക്കെ? എല്ലാരും നിങ്ങൾ കമ്മികൾക്ക് അല്ല, നിങ്ങൾക്ക് 5-6 ഉണ്ട്. നിങ്ങൾ പറയരുത്. ദേശാഭിമാനി പത്രം നിങ്ങൾ കണ്ടായിരുന്നോ സുഹൃത്തുക്കളെയും? ദേശാഭിമാനി മൊത്തം അയ്യപ്പനെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക. ഓ, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി. ഭേദചിന്തയില്ലാത്ത മതാതീത തീർത്ഥാടന കേന്ദ്രമെന്ന് മുഖ്യമന്ത്രി. ഞാൻ പറയട്ടെ വീണ്ടും ഒരു ഫുൾ പേജ് അയ്യപ്പന് വേണ്ടി മാറ്റിവെച്ച മാതൃകയായി GPM എന്താണെന്നല്ലേ ഞാൻ കാണിച്ചുതരാം. എന്റെ പൊന്നടാവേ, വിശ്വമാനവികതയുടെ മഹാസംഗമം. മഹാസംഗമം വിശ്വമാനവികതയുടെ. അയ്യോ, രോമാഞ്ചം വരുന്നു. ഇതല്ലല്ലോ പണ്ട് നിങ്ങൾ പണഞ്ഞത്. പണ്ടത്തെ കാര്യം ഓർക്കേണ്ട. 2018 നിങ്ങൾ പണഞ്ഞിരുന്നത് ഇതല്ലല്ലോ. അന്ന് ദേശാഭിമാനിയിൽ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു ദേശാഭിമാനിയിൽ നിങ്ങൾ അന്ന് എഴുതി പിടിപ്പിച്ചത്? കഴിഞ്ഞു. അന്ന് അയ്യപ്പനെ കൊണ്ട് തെറി വിളിപ്പിച്ച് എഴുതിപ്പിച്ച ദേശാഭിമാനിക്ക് ഇന്നത് മാറ്റി എഴുതേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് പറയുന്നത്. എല്ലാം അയ്യപ്പന്റെ ഓരോരോ കളികളാണ്. Past is past. Present is present. Tomorrow is tomorrow. നാളെ കുറിച്ച് ഓർക്കരുത്. കഴിഞ്ഞ കാലത്തെ പറ്റി ഓർക്കേ ചെയ്യരുത്. നാളെ കുറിച്ചല്ലേ നമ്മൾ ഓർക്കേണ്ടത്? അല്ല, ഇന്നത്തെ കുറിച്ച് മാത്രമേ നമുക്ക് ഓർക്കാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഇന്നലത്തെ കുറിച്ച് ഓർക്കണ്ടേ? ഇന്നലത്തെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഓർക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദേശാഭിമാനിക്ക് ഇത് മുഴുവൻ കൊടുത്തേക്കുന്നത്? പിന്നെ ഇന്നലത്തത് ഇന്ന് ഓർക്കാനല്ലേ പത്രത്തിന് വൻ വിജയമായതിന്റെ ചൊറിച്ചിലാർക്ക് മാറിയിട്ടില്ല അല്ലേ? വൻ ചൊറിച്ചില എല്ലാവർക്കും. അല്ല, വൻ വിജയമാ ഞങ്ങൾക്ക്. അയ്യപ്പ സംഘം എന്ത് വിജയകരമായിരുന്നു. അത് ഒരു ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് ഒരു തെറ്റ് പോലും സംഭവിച്ചില്ല. സംഘാടക സമിതിക്ക് ഒരു തെറ്റ് സംഭവിച്ചില്ല. ഭാഗ്യത്തിന് മൈക്കിനൊന്നും സംഭവിച്ചില്ല. ശബ്ദത്തിനൊന്നും സംഭവിച്ചില്ല. വന്നവർക്കൊന്നും സംഭവിച്ചില്ല. ഫുൾ വിജയം. ഫുൾ മാത്രമാണ് സംഭവിച്ചത്. ആർക്ക്? കസേരകൾ ശൂന്യമായിരുന്നു എന്നൊരു കരകമ്പി ഉണ്ട്. അത് ചിത്ര. അതെ അതെ അതെ, ഇവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു അത് AI ആണ്. ഗോവിന്ദന് താനിയും മണ്ടൻ ചോട അങ്ങോട്ട് എഴുന്നേറ്റ് AI ആണെന്ന്. 4600 പേര് പങ്കെടുത്തില്ല. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? അവിടെയാണ് ചോദ്യം. 4620 പേർ പങ്കെടുത്തു എന്ന് നിങ്ങളുടെ മന്ത്രി വാസവൻ പറഞ്ഞു. തൊട്ടിപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തി നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു ആളൊഴിഞ്ഞ കസേരകൾ അത് AI ആണെന്ന്. ഏതാ സത്യം? സത്യം? ഏത് നേതാവ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? മന്ത്രി പറയുന്നത് വിശ്വസിക്കണോ? പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കണോ? പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കണോ? മന്ത്രി VN വാസവൻ പറയുന്നത് വിശ്വസിക്കണോ? നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇതിൽ പുകമറ സൃഷ്ടിക്കുന്നത്. 4600 ആണെന്നും AI ആണെന്നും, അല്ല AI ആണെന്നും 4600 പേർ വന്നെന്നും. ആദ്യം നിങ്ങൾ തന്നെ ഒരു ധാരണയിലെത്ത് കേട്ടോ. ഏത് കള്ളം പറയണമെന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണ്ടേ? ഈ ചാനൽ ലൈവ് നിങ്ങൾ കണ്ടില്ല? എത്ര പേര് പങ്കെടുത്തു? എത്ര ലൈവ് നോക്കിയപ്പോഴത്തേക്കും കണ്ടത് ആളൊഴിഞ്ഞ കസേര ആണോ? എന്നാലേ 4600 പേര് പങ്കെടുത്തു. വൻ വിജയമായിരുന്നു. അല്ല, ഞങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി പറഞ്ഞാലേ വിശ്വാസം വരുത്തുള്ളൂ. പാർട്ടി സെക്രട്ടറി പറഞ്ഞേക്കുന്നത് അത് AI ആണെന്ന്. AI കൊണ്ടുണ്ടാക്കിയ ആളൊഴിഞ്ഞ കസേരകളാണ്. ജെമിനിയിലാണെന്ന് തോന്നുന്നു. എനിക്കതല്ല, പണ്ടല്ല AI വന്ന കാലത്തെ ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട് AI ഇങ്ങനെ മൂത്ത് വരുമ്പോ അത് സോഷ്യലിസം ആകുമെന്ന്. ഇതിപ്പോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാ. മൂത്ത് വന്നപ്പോ സോഷ്യലിസം അല്ല, മുഴു പ്രാന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടായത്. സുഹൃത്തുക്കളെ, വിമർശനങ്ങളെ ഞങ്ങൾ പുറംതിരിഞ്ഞ് നേരിടും. ഞങ്ങൾ മുണ്ടുമൊക്കെ നേരിടും ഞങ്ങൾ എന്ന ആപ്തവാക്യം ഉദ്ധരിച്ചുകൊണ്ട് VN വാസവന്റെ കണക്ക് തെറ്റിച്ചിരിക്കുന്നു. ആഗോള വിജയം. ആ കണക്കിലെ കളികൾ തെറ്റിച്ചിരിക്കുന്നു. ആഗോള വിജയം. അസംബന്ധം ഞങ്ങളെ പറ്റി അസംബന്ധം ഇവരുടെ അയ്യപ്പ സംഗമം. ഞങ്ങള് പരാജയമാണെന്നത് ശുദ്ധ അസംബന്ധം ഉണ്ടാക്കുന്നു. ഇവർ പരാജയമാണെന്ന് നമ്മൾ ഇവർ വീണ്ടും തെളിയിക്കുന്നു. സുഹൃത്തുക്കളെ, കള്ളം പറയുന്നത് കൊള്ളില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണല്ലോ. കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് ചൊറിച്ചില്ല. നിങ്ങളുടെ VN വാസവൻ പറയുന്നു 4620 പേർ പങ്കെടുത്തെന്ന്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നു എന്തെന്നായിരുന്നു അത് AI ആണെന്ന്. അപ്പൊ നിങ്ങൾ തന്നെയല്ലേ കള്ളം പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ വട്ട പൂജ്യം പോടായിരുന്നേ പൂച്ചാലത്തരം കാണിച്ചിട്ട് അറൗണ്ട് 4000 ആൾക്കാർ പങ്കെടുത്തു. ഇനി നിങ്ങൾക്ക് കൃത്യ കണക്ക് വേണോ? നിങ്ങൾക്ക് കൃത്യ കണക്ക് രാജ്യത്തിന്റെ സെൻസസ് എടുത്തതോ അല്ലല്ലോ? ആഗോള അയ്യപ്പ സംഗമോ അല്ലേ? ഇനി കൃത്യ കണക്ക് രാജ്യത്തിന്റെ മുഴുവൻ സെൻസസ് എടുക്കുന്നത്. അല്ല, പിന്നെ അതുപോലെ നിങ്ങൾ കണക്ക് ചോദിക്കുന്നു. ചിലപ്പോ പറഞ്ഞപ്പോ കണക്ക് തെറ്റിപ്പോയി കാണും. അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പിന്നെന്താ?
അല്ല പിന്നെന്താ, അത് ഒഴിഞ്ഞ കസേര ഉണ്ടായിരുന്നു, അപ്പൊ ഉണ്ടില്ലായിരുന്നു, അത് ഉണ്ടില്ലേ? അപ്പൊ നിങ്ങൾ അവിടെ അന്നം കൊടുക്കുന്നെന്ന് പറഞ്ഞത് അത് മൂഞ്ചിത്തോടെ നിങ്ങൾ. അത് പിന്നെ പമ്പാ നദി തീരത്ത് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ, പാർട്ടിയുടെ വിജയം, പാർട്ടിയുടെ വിജയം. ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ അപ്പൊ ഇത് അല്ല അപ്പൊ ഇത് രാഷ്ട്രീയ പരിപാടിയായിരുന്നു. ആര് പറഞ്ഞു പാർട്ടിയുടെ വിജയം? സർക്കാർ നടത്തിയ പരിപാടി. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ എന്തോ ദേവസ്വം ബോർഡിന്റെ പരിപാടി. അയ്യോ കർത്താവേ, ഇത് ദേവസ്വം ബോർഡിന്റെ ആണോ സർക്കാരിന്റെ ആണോ പാർട്ടിയുടെ പരിപാടിയായിരുന്നു? ഇത് ദേവസ്വം ബോർഡ് നടത്തിയത്. അവിടെ എന്തിനാ പിണറായി മൊത്തത്തിൽ അങ്ങ് പിണറായി ഇളിച്ചോണ്ട് നിന്നു? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അയ്യപ്പൻ അങ്ങോട്ട് മാറി നില്ല, ഞാൻ മെയിൻ ആകാമെന്ന്. ഒരു പുലിയുടെ കുറവേ നമ്മൾ കണ്ടോളൂ. വേണേ പുലിപ്പുറത്ത് കയറി വന്നേനെ, അജാതി സാധനങ്ങളൊക്കെ ഇട്ടേനെ. മുഖ്യമന്ത്രി അയ്യോ, ഇവരുടെ സൈബർ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പുലിപ്പുറത്ത് അയ്യപ്പ പിണറായി വരുന്നത്. അത് പിന്നെ ഭക്തർ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോ വല്ലാതെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഭക്തർ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? എന്ത് കരച്ചിൽ, വിറ്റകളുടെ കരച്ചിലാണ് എന്ത് സുഖം. അതെയോ, നിങ്ങളായിപ്പോ മോങ്ങി കരഞ്ഞോണ്ടിരിക്കുന്നത്. കൃത്യമായ കണക്കില്ല. മന്ത്രി പറയുന്ന ഒരു കണക്ക്, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത് വേറൊരു കണക്ക്. വെള്ളാപ്പള്ളി നടേശനെയും മറ്റേ NSSനെയും ഉയർത്തി കാണിച്ച് മറ്റേ എന്തെന്നാ രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് നിങ്ങൾ തന്നെ ഇതങ്ങ് തെളിയിച്ചു. നിങ്ങൾ തന്നെ ഇത് തെളിയിച്ചു. വർഗീയതയുടെ കൂട്ട് ഞങ്ങൾ പിടിക്കില്ല, വർഗീയതയുമായി ഒരു ബന്ധമില്ല എന്ന് നിങ്ങൾ നാഴേക്ക് 40 വട്ടം പറയുന്നത്. നിങ്ങൾ യോഗി ആദിത്യനാഥിനെ എന്തിനാണോ പോയി വിളിച്ചത്? വിളിച്ചതല്ലോ പുള്ളി. പിന്നെ വലിഞ്ഞേറി പുള്ളി വരാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട്. അത് പിന്നെ കയ്യിൽ നിന്ന് പോയി കലന്താ നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ജാതിമത ഭേദമില്ലാതെ ജനങ്ങൾ ആരാധന നടത്തുന്ന ദേവാലയമാണ് ശബരിമല. അതുകൊണ്ട് അവിടെ പ്രാധാന്യം. അയ്യോ, എനിക്കതല്ല കോമഡി. നിങ്ങൾ ആ കോമഡി നിങ്ങൾ കണ്ടില്ലായിരുന്നോ സുഹൃത്തുക്കളെ? മറ്റേ പമ്പാ നദി പമ്പയിൽ നിന്നുകൊണ്ട് മറ്റേ വെള്ളാപ്പള്ളി നടേശനും പിണറായിയും കൂടെ ബാവരും അയ്യപ്പനും കളിക്കുമായിരുന്നു അവിടെ നിന്നോണ്ട്. ബാവരയ്യപ്പനോ? അതങ്ങനെയൊന്നും ഞങ്ങൾ കളിച്ചില്ല. അതറിയാം, പക്ഷെ ഞങ്ങളുടെ സഹകന്മാർ അങ്ങനെ കളിച്ചിട്ടൊന്നും. അയ്യോ പിന്നെ എന്തിനാണോ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണോ മുഖ്യമന്ത്രിയുടെ കാറിൽ വരുന്നത്? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമാണത്. അതിനകത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൊണ്ട് എഴുന്നള്ളിക്കാൻ എന്ത് അധികാരമാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കുള്ളത്? അവരുടെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വീട്ടിൽ നിന്ന് കാറ് കൊണ്ടുവരുമ്പോ അതിനകത്ത് കയറി വരണം. ഇത് ജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഉള്ള കാറാണ്. അതിനകത്തിൽ എന്തിനാ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റാൻ ആരാണോ ഇവിടെ അധികാരം കൊടുത്തത്? ആ ജനങ്ങൾ അതിൽ കൂടെ തന്നെ മുഖ്യമന്ത്രി അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് മറ്റേ ഈഴവരെ മുഴുവൻ ഞാൻ അങ്ങ് എടുത്തെന്ന്. ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഈ വെള്ളാപ്പള്ളി നടേശനും പിണറായും കൂടെ അവിടെ ഇജാതി പ്രഹസനമായിരുന്നു എന്റെ സുഹൃത്തുക്കളെ, ഇജാതി പ്രഹസനം. വെള്ളാപ്പള്ളി നടേശനും പിണറായും കൂടെ കൂട്ടുകൊടുത്താൽ ഞങ്ങൾക്ക് കുശിപ്പ് അവര് തമ്മിലുള്ള ഐക്യം അവർക്ക് പിടിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നിട്ട് 2000 ഇവരുടെ ഐക്യം നമ്മൾ 2015 കണ്ടായിരുന്നു. 2015 ഇതേ മുഖ്യമന്ത്രി ഇതേ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അത് കുത്തിപ്പൊങ്ങിയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. ഈഴവരെ മുഴുവൻ RSSന്റെ വർഗീയ കൂട്ടിൽ കൊണ്ട് കെട്ടാനാണ് വെള്ളാപ്പള്ളി നടേശൻ നീക്കം നടത്തിയത് എന്ന് പറഞ്ഞത് ആരായിരുന്നു? പോസ്റ്റ് ഇട്ടത് ആരായിരുന്നു? പിന്നെ വെള്ളാപ്പള്ളി. പിണറായി. അതെ, ഓരോ സമയത്ത് ഞങ്ങൾ ഓരോ തൊന്തയുടെ സ്വഭാവം ചട്ടിങ്ങളോ തട്ടിമുടി നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പിണക്കുണ്ടാവില്ലേ? അതുപോലെ അല്ലല്ലോ ഇത്. താൻ എന്നോട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ ബുദ്ധി ഇല്ലാത്ത ഒരാൾ എന്നോട് എന്തൊക്കെയോ കിടന്ന് പറയുന്നത് പോലെ ഞാൻ കാണുന്നുള്ളൂ. എല്ലാവർക്കും ബുദ്ധിയില്ലാത്തത് തനിക്ക്. സുഹൃത്തുക്കളെ അവർക്കറിയാം, സുഹൃത്തുക്കൾക്കറിയാം. സുഹൃത്തുക്കളെ നിങ്ങൾ പറ, ഇങ്ങനെ പരസ്പരം, അതായത് അന്ന് 2015 പിണറായി വിജയൻ മറ്റേ വെള്ളാപ്പള്ളിയെ ചീത്ത വിളിച്ചപ്പോൾ വെള്ളാപ്പള്ളിയും തിരിച്ച് ചീത്ത വിളിച്ചു. അങ്ങനെ പരസ്പരം ചീത്ത വിളിച്ച രണ്ടാളുകൾ തമ്മിലാണ് ഇപ്പം അടയും ചക്കരയായിട്ടിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ പിന്നെ ചീത്ത വിളിച്ചിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു വെളിവ് വരുമ്പോഴേക്കും അവര് നല്ല രീതിയിൽ വെളിവ് പോകുമ്പോ ഞങ്ങൾ വീണ്ടും തെറ്റും. അത്രേ ഉള്ളൂ. അയ്യോ, മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ച പിണറായി സംഘടിപ്പിച്ച പരിപാടിയിൽ പോയി വിളിച്ചോണ്ട് നിൽക്കാൻ വെള്ളാപ്പള്ളിക്ക് നാണമില്ലേ എന്ന് ഈഴവർ ചോദിക്കുന്നു. അവർക്ക് പൗരപ്രമുഖരല്ലേ? ഒരു ചടങ്ങിലോട്ട് വിളിക്കുമ്പോ പിന്നെ പോണ്ടേ? NSSൽ വന്നല്ലോ. NSS അതിന് പൗരപ്രമുഖരെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചണ്ടം കാറി വരണം. അങ്ങനെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലല്ല വരേണ്ടത്. ഇത് പിണറായി വിജയന്റെ തായ്ക്കണ്ടിയിലെ കാറൊന്നും അല്ല. കണ്ട എല്ലാരെയും അതിനകത്ത് വിളിച്ചു കയറ്റാനായിട്ട്. അത് പിന്നെ അവര് നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യന്റെ കാറിൽ ഞങ്ങൾ വേണമെങ്കിൽ മോദി വരെ കയറ്റും. നിങ്ങൾക്കല്ല എടാ, നിങ്ങള് വോട്ട് കിട്ടാൻ ആരുടെ കാലും നക്കും. നമുക്ക് വൃത്തിയായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ആരുടെ കാലും നക്കും, ആരുടെ കാലും പിടിക്കും, എന്ത് നെറിയാടും നിങ്ങൾ കാണിക്കും. വോട്ട് കിട്ടാൻ വേണ്ടി പിന്നെ ആരും ആരെയും കാലും നക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇജാതി നക്കല് കാണിക്കത്തില്ല. കാരണം കുറെ നിലപാട് നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ എല്ലാം നേർ വിപരീതം ഇവര് കാണിച്ചോണ്ടിരിക്കുന്നത്.
പമ്പാ നദി തീരത്ത് തന്റെ സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പിന്നെ വരൂലെന്ന് പറഞ്ഞൊക്കെ വൺ സക്സസ്. പ്രതിപക്ഷം ഇന്ന് മുതൽ കൂട്ടക്കരച്ചില്, വൻ പരാജയം. പരാജയം ആയതുകൊണ്ടാണ്. എടാ ഞാൻ ചോദിക്കട്ടെ, പരാജയം അല്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ട് വേണമായിരുന്നു അന്തസ്സായിട്ട് ആ പമ്പയിൽ നടന്ന പരിപാടിക്ക് പോകാനായിട്ട്. ഇവിടെ പ്രതിപക്ഷം നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, നിയമസഭയിൽ ഉൾപ്പെടെ ചോദിച്ചായിരുന്നു. അന്ന് 2018 അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുമോ എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞായിരുന്നോ? നട്ടലുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രി വല്ലതും പറഞ്ഞിട്ടായിരുന്നോ പോയത്? എന്നിട്ട് ആ ചോദ്യത്തിന് പോലും ഒരു മറുപടി പറയാൻ കഴിവില്ലാതെ ആ പരിപാടി എന്നിട്ട് വിജയമാണ്. നാമജപം നടത്തിയ അയ്യപ്പ ഭക്തര്, അന്ന് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ എതിർത്ത അയ്യപ്പ ഭക്തരെയൊക്കെയാണ് കള്ളക്കേസിൽ കുടുക്കിയത്. ആ കേസ് പിൻവലിച്ചിട്ട് വേണ്ടേടോ നിങ്ങളുടെ മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് പമ്പയിൽ ഒരു പരിപാടി നടത്താൻ? എന്താ ചെയ്യാഞ്ഞത്? അത് പിന്നെ പ്രതിപക്ഷം ചോദിച്ചിട്ട് എന്താ മറുപടി പണയാഞ്ഞത്? ഞങ്ങളുടെ അണ്ണാക്കിലെ പിരിവെട്ടി ഞങ്ങളുടെ മുഖ്യന് കപട ഭക്തിന്ന് വിശ്വാസം നടിച്ച ദൈവം പോലും കേൾക്കൂലെന്ന്. ഇതൊക്കെ എന്തിനു പറയണത്? മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ഏത് കാലത്തായിരുന്നു വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്? വിശ്വാസം പിന്നെ എന്തിനാണ് അവിടെ പരിപാടിക്ക് പോയത്? പരിപാടിക്ക് പോണ്ടേ? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? നിർത്തടോ. ശബരിമലയ്ക്ക് ഒരു കീഴ്വഴക്കമുണ്ട്, വിശ്വാസത്തിന് അതിന്റേതായിട്ടുള്ള കീഴ്വഴക്കങ്ങളുണ്ട് എല്ലാ കാലത്തും. അത് തെറ്റിക്കരുതെന്ന് ഇവിടുത്തെ അയ്യപ്പ ഭക്തർ പറഞ്ഞിട്ടുള്ളൂ. ചോദിക്കട്ടെ, ചങ്കാടകരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നു അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഭക്തിയുള്ള അയ്യപ്പ വിശ്വാസമുള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശരിയാണ്, അവിടെ ഇരുന്നോട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും പോയി അങ്ങ് തലയിടണം. പുള്ളിയെ വിളിച്ചാൽ പിന്നെ പുള്ളിക്ക് പോകാതിരിക്കണം. ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ആ വേദിയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് സർക്കാരിന്റെ ആൾക്കാരല്ലേടോ? ഫ്ലെക്സിനകത്ത് മുഴുവൻ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനും വി എൻ വാസവനും ആയിരുന്നില്ലേടോ? പിന്നെ എങ്ങനെയാണോ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാകുന്നത്? ഒന്നെങ്കിൽ അത് സർക്കാരിന്റെ പരിപാടിയാണ് എന്ന് പറയാനുള്ള നട്ടല് കാണിക്കണം. അല്ലാതെ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഞെളിഞ്ഞു നിൽക്കുക. നാണമുണ്ടോടോ? ലോകശ്രദ്ധയെ കൊണ്ടുവന്ന് തന്റെ അമ്മൂമ്മയുടെ ശബരിമലയിൽ ലോകശ്രദ്ധയെ കൊണ്ടുവന്ന് അതിനുള്ള പമ്പയിൽ ഒരു പരിപാടി നടത്തിയപ്പോഴത്തേക്കാണ് ശബരിമല ലോക ശ്രദ്ധപ്പെട്ടത്. എനിക്ക് മണ്ഡല മകരവിളക്ക് സമയം നടക്കുമ്പോഴത്തെ വിദേശികൾ ഉൾപ്പെടെയാണോ അവിടെ വരുന്നത്? എന്നിട്ട് പിണറായി വിജയൻ അവിടെ പോയി ഒരു വിളക്ക് കൊളുത്തിയാലേ ലോകം മുഴുവൻ അയ്യപ്പ ഭക്തി അറിയത്തുള്ളൂ. എനിക്ക് പോടോ, മുച്ചാളിത്തരം പറയുന്നതിന് ഒരു മര്യാദ വേണ്ട. ഭാഗ്യത്തിനെല്ലാം മൈക്കൊന്നും പണി മുടക്കില്ലല്ലോ മൈക്കാരന് നല്ല കാലം. ഈ ജാതി വിവരക്കേട് പറയാമോ? ഈ ജാതി വിവരക്കേട്. നിരീശ്വരവാദികൾ ഒരു യോഗം വെച്ചാലും ഞങ്ങളെ മുഖ്യനാണ് ഉദ്ഘാടനം കഴിഞ്ഞ് പോകും. മുഖ്യ അവിടെ വേണേ പൊക്കോ. ഇത് ഇന്നേ വരെ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞിട്ടാണ് പമ്പയിൽ പോയി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്പീക്കർ വന്നില്ലല്ലോ. അയ്യോ, നിങ്ങളുടെ മുഖ്യമന്ത്രി അത് എതിർത്ത് പറഞ്ഞായിരുന്നോ? ഷംസീറെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞായിരുന്നോ? തിരിച്ച് ഈ ഷംസീറിന്റെ സമുദായത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖ്യമന്ത്രി അയ്യോ നിലവിളിച്ച് കരഞ്ഞാനല്ലോ. ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാണ്. നിങ്ങളുടെ സ്വഭാവം എന്തുവാന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഞങ്ങളുടെ സ്വഭാവം എല്ലാവരും ചേർത്ത് നിർത്താന്നാണ് ഞങ്ങളുടെ സ്വഭാവം. നിങ്ങളുടെ സ്വഭാവം എല്ലാവരും ചേർത്ത് നിർത്തി. ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, നിർത്തുന്നു എന്ന വിശ്വാസമാണ് ശബരിമലയിലുള്ളത്. അതുകൊണ്ടാണ് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാബര്. ചരിത്രത്തിൽ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. മനസ്സിലായോ? എല്ലാവരും ചേർത്ത് നിർത്തി. നിങ്ങൾ കാണിക്കുന്ന എന്തുവാടോ? ഞങ്ങൾ എന്ത് കാണിച്ചു? ഞങ്ങൾ ആചാര ലംഘനം തെറ്റ് പറ്റിപ്പോയി. അത് ഞങ്ങൾ അത് ഒന്ന് അത് സമ്മതിക്കാൻ ഇതുവരെ നിങ്ങളുടെ പിണറായി വിജയൻ തയ്യാറായിട്ടില്ലല്ലോ. ആചാര ലംഘനത്തിൽ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി ക്ഷമിക്കണമെന്ന് അതെങ്കിലും പറഞ്ഞിട്ട് ആ പരിപാടി നടത്തിയായിരുന്നേ കുഴപ്പമില്ല. അത് പറയണെന്നില്ല, എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാലോ ഞങ്ങൾക്ക് തെറ്റ് പറ്റി. ഞങ്ങൾ അതുകൊണ്ടല്ലേ പിന്നീട് ആ കാര്യത്തിൽ ഇതുപോലെ കുറെ മണ്ടന്മാര് ക്യാപ്സൂൾ ഇറക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ പാർട്ടിയിലെ ഈ ജാതി ഈ ഗോവിന്ദനെ പോലെ വിവരക്കേട് പറയുന്ന കുറെ എണ്ണം നിലനിന്നു പോകുന്നത്. അല്ലേ പറയുവോ AI ആണെന്നത്? AI ആണെന്നല്ലേ? AI ചിത്രമാണെന്നത്? എന്താ വേടോ എങ്ങനെ വിജയിച്ചു? നിങ്ങൾ അവിടെ വിജയിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഒരു പരാതി പോലും ഇത്രയും പരാതി പുറത്തു വന്നില്ലേ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെയല്ലേ അത് പൊളിച്ചപ്പോ കൈ കൊടുത്തത്? ആളൊഴിഞ്ഞ കസേര AI ആണെന്ന്. അതിനേക്കായി വലിയ തോൽവി വേറെ എന്തുവാണോ? ലൈവ് കണ്ടതല്ലേ? ആൾക്കാർ വന്ന് നിറഞ്ഞിരിക്കണം. നിങ്ങൾ കണ്ടില്ല? അപ്പൊ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കണ്ടില്ലേ അവിടെ ലൈവ്? ഞങ്ങൾ 3000 പേര് പ്രതീക്ഷിച്ചു, പക്ഷെ 4000 പേര് വന്നു. അത് തന്നെ വിജയം. അതെ, ശനിയാഴ്ച നോക്കിയാ പരിപാടി വെച്ചത്. കാരണം ഉദ്യോഗസ്ഥരൊക്കെ വരാൻ വേണ്ടിട്ട് ഞങ്ങൾ വിളിച്ചവർ. അപ്പൊ മനസ്സിലായല്ലോ ഉദ്യോഗസ്ഥർ ഇവരുടെ ആൾക്കാർ തന്നെയാ വന്നതെന്ന്.
പിന്നെ ഒരുപാട് ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നു. ശബരിമലയ്ക്ക് എന്തൊക്കെ വേണമെന്ന ചർച്ചയിൽ 9 കൊല്ലം കൊണ്ടിരിക്കുന്നല്ലോ, അവസാനം ഇറങ്ങി പോകാൻ നേരത്ത് മൂട്ടി തീ പിടിച്ചപ്പോഴായിരുന്നോ അയ്യപ്പൻ എന്തൊക്കെ വേണമെന്ന് ആലോചിച്ചത്? അത് പിന്നെ വിദഗ്ധരും കൂടി ഈ 9 വർഷം കൊണ്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ അവിടെ ശബരിമലയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്? അത് ഇറങ്ങി പോകാറായി. ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴത്തേക്ക് പിണറായിക്ക് ഒരു ദിവസം ചാടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അയ്യോ അയ്യപ്പൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് വരാലോ. ആ ശരി, ഇങ്ങനെ കുറെ വിവരം കെട്ട കുറെ എണ്ണം ഒലിക്കട മൂട്. ഒലക്കര മൂട്.